ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്ത കോളിഫ്ലവർ, പിന്നെ ക്യൂബ്സാക്കി അരിഞ്ഞെടുത്ത സവാള, ക്യാപ്സിക്കം. ഇനി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടത് കോൺഫ്ലവറാണ് കൂടുതൽ. 1/2 കപ്പ് കോൺഫ്ലവർ, 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതാണ് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് അതിൻ്റെ വെളുത്ത ഭാഗവും പച്ച ഭാഗവും അരിഞ്ഞെടുത്തിരിക്കും. ഇനി നമുക്ക് സോസുകൾ വേണം. സോസുകളായിട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എൻഡിൽ ഇടാനുള്ളത് മല്ലിയില, പിന്നെ വറുക്കാനുള്ള എണ്ണ. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഈ കോളിഫ്ലവർ 1 മിനിറ്റ് നേരം ഇടുക, അത് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരുമാതിരി ആറിക്കഴിയുമ്പോൾ അത് കോരുക. അപ്പോൾ ഇത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ ഇച്ചിരി ഉപ്പും 1/2 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇത് വേകാനൊന്നും വേണ്ടിയല്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കീടനാശിനികളൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാനും, പിന്നെ എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോകാനും ഒക്കെ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ്. 1 മിനിറ്റേ ഇരിക്കുള്ളൂ, അല്ലാതെ വേകാനൊന്നും വെച്ചേക്കേണ്ട കാര്യമില്ല. ഇനി ഇത് ഓഫ് ചെയ്യുക. അത് മഞ്ഞൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച ആ കോളിഫ്ലവർ ഒരു നെറ്റ് ഉപയോഗിച്ച് കോരിയെടുക്കുക. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കപ്പ് കോൺഫ്ലവറും 1/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ഈ ബാറ്ററിന് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്ത് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇവരെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനിയാണ് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതുപോലത്തെ തിക്ക് ബാറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ കോളിഫ്ലവർ ഇവൻ പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇടുക. കോളിഫ്ലവർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം മാറ്റി വെക്കുക. മാരിനേറ്റ് ചെയ്യുക. ഇത് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ അതിലിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ മറിക്കാനൊന്നും പോകരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ആ പൊടി ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കണമെങ്കിൽ കുറച്ച് സമയം കിടന്നൊന്ന് വേകണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലേ എല്ലാ വശവും ശരിക്കും വേഗത്തുള്ളൂ. ഒരുമാതിരി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്ത് കോരാം. നമ്മളിതൊരു അരിപ്പയിലോട്ട് കോരിയിടുക. ഇനി ആ എണ്ണ അങ്ങ് ഓഫ് ചെയ്തിട്ട് വേണം, ഇതിൽ നിന്ന് വേണം കുറച്ച് എണ്ണ എടുത്ത് നമുക്ക് മറ്റേ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാനായിട്ട്. നല്ല നീറ്റായിട്ട് വറുത്ത് കിട്ടി, നല്ല കളർഫുള്ളായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ അതിലോട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ക്യൂബായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കും നമ്മൾ 1 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞിട്ട് അത് വറുത്ത് പോരണം. ഇച്ചിരി ഉപ്പിട്ടേക്ക്.
1 മിനിറ്റ് ആയി ഇതിങ്ങനെ വറുത്ത് പോരുക. ക്യൂബ്സ് വാരി മാറ്റി കഴിഞ്ഞിട്ട് നമ്മളിനി അതിലോട്ട് ആ എണ്ണയിലോട്ട് തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വഴറ്റുക. ഈ സമയത്തൊക്കെ നമ്മൾ സിമ്മിലിട്ടാണ്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ, സവാള, കുനുകുനാന്നരിഞ്ഞ സവാള, ഇപ്പൊ ഇതെല്ലാം നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആ സോസുകൾ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ പുളി കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് വിനാഗിരി ഒഴിക്കാം. ഞാനും ഇവിടെ അത് ഒഴിക്കുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ഞാൻ തിളപ്പിക്കും. ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, കുഴപ്പമില്ല. ഇത് നമ്മൾ ചാറ് കുറച്ച് മതി എന്നുള്ള രീതിയിലാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. ഇനി ഉപ്പ് നോക്കണം. ഉപ്പൊരിച്ചിരി കൂടെ വേണം. ഇനി നമ്മൾ ഇതിലോട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടുക. ഇനി അതിലോട്ട് ആ ക്യൂബ്സ് ആയിട്ടുള്ള സവാളയും ക്യാപ്സിക്കം, ഇതിന് നമ്മൾ ആവശ്യത്തിന് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയില വിതറി കൊടുക്കുക. ഒരിച്ചിരി സമയം നമ്മൾ ഇതൊന്ന് മൂടി വെക്കുക. അപ്പം ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കോമ്പിനേഷനാണ്. മൂടി വെക്കുക, തീ ഓഫ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നമ്മൾ പൊറോട്ടയും ഗോബി മഞ്ചൂരിയും, നമ്മളുണ്ടാക്കിയ ഗോബി മഞ്ചൂരിയും ചേർത്ത് കഴിക്കാൻ പോകുക. അപ്പോൾ ഈ രീതിയിൽ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.